എന്തോ എന്ത് പറ്റി സൗണ്ടിനെന്ന്? പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അനുപല്ലവിയിലൊരു ചെറിയൊരു കാറ്റ്, ഒരു കാറ്റ് തുടങ്ങിയപ്പോ. അനുപല്ലവിയിൽ ചെറിയൊരു കാറ്റ്. ഓക്കെ, സാരില്ല, നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിന്ന്. വേണിച്ചേട്ടാ. ഹായ് വൈകക്കുട്ടി. ഹായ്. ഹായ് സാർ. കാറ്റ് നമുക്ക് മറക്കാം, വിടൂ. മറക്കാവുന്നല്ലോ, പറക്കാവുന്ന. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാട്ട് കേട്ടോ. താങ്ക് യു സാർ. അസാധ്യ പാടി. താങ്ക് യു സാർ. എക്സെപ്റ്റ് ആ ഒരു ഏരിയ അനുപല്ലവി അല്ലേ, മാനസ അത് വിളിച്ചാൽ ഇറ്റ് വാസ് വെരി ഗുഡ്. എഫേർട്ട് നന്നായിട്ടിട്ടു. രണ്ടാമത്തെ കാര്യം, ഇത് സിനിമയിലെ വേർഷൻ ആയിരിക്കാം ഒരുപക്ഷെ, നമ്മൾ റെക്കോർഡ് കേൾക്കുന്ന വേർഷൻ അല്ല അല്ലേ, ഇറ്റ് ഈസ് ഡിഫറെന്റ്. സോ ആ ഒരു എഫേർട്ട് ദാറ്റ് ഈസ് ഗുഡ്. സാധാരണ കേൾക്കാത്ത അതേസമയം മുഴുവൻ കവിതയും ഉള്ള ഒരു വേർഷൻ യു ബ്രോഡ് ഇറ്റ് ഔട്ട്. താങ്ക് യു സാർ. എവിടെയോ എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ഈ പാട്ടേ ദേവരായ മാസ്റ്ററുടെ ആത്മാവ് ഇവിടെ കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാസ്റ്ററുടെ ഒരു പ്രിയപ്പെട്ട ശിഷ്യനും ഇവിടെ ഉണ്ട്. സോ ഹി വിൽ ബി ഹിയർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ പ്രേ, പ്രാർത്ഥിക്കുക. എടാ നന്നായി പാടട്ടെ, ഇനിയും ഒരുപാട്. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു സാർ. വേണിച്ചേട്ടാ. സുദീപേട്ടാ. മോളെ വൈക എന്തോ മൊത്തത്തിൽ നല്ലതായിരുന്നു. താങ്ക് യു സാർ. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോള് പാടിയതിൻ്റെ ഒരു ഭംഗിയുണ്ടായിരുന്നു. വൈകക്കുട്ടിയുടെ പാട്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്, എനിക്കറിയാം. അതുകൊണ്ട് വൈകയുടെ ടാലൻറ്റും ഒക്കെ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇന്ന് അത്ര കണ്ട് പെർഫെക്ഷൻ വന്നോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അനുപല്ലവിയൊക്കെ ചെറിയ ഈ മിസ്സിങ് വന്നത് കൂടാതെ തന്നെ കുറച്ച് ഡൗട്ട്ഫുള്ളായിട്ട് പാടിയ പോലെ തോന്നി. പിന്നെ ഈ പാട്ട് മനസ്സിൽ വെച്ചിട്ട് അതിൻ്റെ ഒരിക്കലും അനുകരണം എന്ന് പറയാൻ പറ്റില്ല, അത് മനസ്സിൽ വെച്ച് അതേ കൺസെപ്റ്റിൽ ഉണ്ടാക്കിയ വേറൊരു പാട്ടുണ്ട് മലയാള സിനിമയിൽ. ഊഹിക്കാൻ പറ്റുന്നുണ്ടാവോ? ഇതെന്താ പറയുന്ന, പ്രിയ സഖി ഗംഗയെ പറയൂ പ്രിയ മാനസൻ എവിടെ എന്ന് ചോദിക്കുന്നു. അതേ ആശയം ഏകദേശം ആ ഈണഘടനയിൽ കൃത്യമായിട്ട് ഒരിക്കലും അത് കോപ്പി ചെയ്യാൻ പറ്റില്ല. ആറ്റുമാണ് അങ്ങനെ കോപ്പി ചെയ്യുന്ന ആളുമല്ല അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ. പറയാമോ? മോൾക്ക് അറിയാവുന്ന പാട്ടാ, മോൾ പാടിയിട്ടുണ്ടാവും ഒരുപക്ഷെ. രാജഹംസമേ എന്ന പാട്ടില്ലേ, ലിറിക്സ് മൊത്തം വായിച്ചു നോക്കും. ഇതിനകത്ത് ഗംഗയോട് ചോദിക്കുന്നു, മറ്റേ രാജഹംസത്തോട് ചോദിക്കുന്നു എവിടെയാണ് എൻ്റെ പ്രിയതമൻ എന്ന് ചോദിക്കുന്നത്. ഒരേ ആശയമാണ്. എൻ്റെ അവസാനത്തെ സംഗതിയും ഒക്കെ ഏകദേശം ദേവരായ മാസ്റ്റർ ശിഷ്യനാണല്ലോ ജോൺസൺ മാഷ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് അതിൻ്റെ വേറൊരു വേർഷനാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ചുമ്മാ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ, ജസ്റ്റ് ഇൻഫർമേഷൻ എന്നുള്ള രീതിയിലുള്ളൂ. ഈ പാട്ട് മോളെ ദേവരായ മാസ്റ്റർ തന്നെ ഒരു ലെക്ചർ ഡെമോൺസ്ട്രേഷൻ നടത്തിയതിൻ്റെ ഒരു വീഡിയോ യൂട്യൂബിലൊക്കെ ഉണ്ട്, പലരും അത് കണ്ടിട്ടുണ്ടാവും. ആ പ്രോഗ്രാമിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. പരവൂര് മാസ്റ്ററുടെ നാട്ടിലൊരു പ്രോഗ്രാം പോയപ്പോഴാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അപ്പോൾ പ്രിയ സഖി ഗംഗേ എന്ന് പാടുന്നത് ഇപ്പം മോള് പാടിയ ശ്രുതി പ്രിയ സഖി ഗംഗേ ഗംഗേ, അങ്ങനെ ഒരു ലിഫ്റ്റ് ഉണ്ട് മേലോട്ട്. പ്രിയ സഖി ഗംഗേ, അതൊരു അന്വേഷണമാണ്. ഗംഗ വേറെ ദൂരെ എവിടെയാണ്, എന്താണ് സംഭവം? എന്റെ കഥ അറിയാമോ? എന്താണ്? ശിവനെ അന്വേഷിക്കുന്ന പാർവതി. അപ്പൊ കാണാത്തൊരു വിഷമമൊക്കെ പാടുമ്പോൾ വേണം നമ്മൾ ആ സ്വരങ്ങളും സ്വരസ്ഥാനങ്ങളും എല്ലാം കൃത്യമായാൽ പോരാ, അത് മനസ്സിൽ വെച്ചിട്ടേ വേണം പാടാനായിട്ട്. അതുകൂടെ വന്നാൽ നന്നാവും, കൂടുതൽ നന്നാവും. ഇപ്പൊ പാടിയത് നല്ലതാണ്, ഇനിയും മോൾക്ക് നന്നാക്കാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. ചേച്ചി വൈകക്കുട്ടി. എന്തോ വൈകക്കുട്ടിയുടെ പാട്ട് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എന്നാൽ പോലും എനിക്കറിയാം ഇത് വൈകക്കുട്ടിയുടെ 100% അല്ലെന്ന്. അപ്പോൾ ഈ ഒരു സിനിമ വേർഷൻ ആക്ച്വലി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കേട്ടത് സിനിമ വേർഷനാണ്. അപ്പോൾ വൈകക്കുട്ടി എനിക്ക് ഫീൽ ചെയ്തത് ആ മാനസ സരസിലൊക്കെ ആക്ച്വലി കംഫർട്ടബിൾ ആയിരുന്നില്ല പിച്ച്. അങ്ങനെ ഇഷ്യൂ ഉണ്ടോ? ഇല്ല, ഇത്ര നേരം ഇല്ലായിരുന്നു. എത്ര നേരം? ആ ഒരു ടൈമിൽ പറ്റിപ്പോകുന്നതായിരിക്കും. സ്റ്റേജിൽ മിക്ക ടൈമിൽ നമുക്ക് വേണ്ടത് പ്രസൻസ് ഓഫ് മൈൻഡാണ്. അപ്പം ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ അപ്പം തന്നെ മോൾ കുറച്ചൊന്ന് ഡൗണായി, മനസ്സുകൊണ്ട് കുറച്ചൊന്ന് ഡൗണായി. അത് വേണ്ട, ദി ഷോ മസ്റ്റ് ഗോ ഓൺ. ആ ഒരു മെൻറ്റാലിറ്റി തന്നെ ബാക്കി മോള് പഠിച്ച രീതിയിൽ തന്നെ മോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, അത് പക്കയായിട്ട് അറിയാം. അപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പം പോകും. എല്ലാ ദിവസവും ഒരേപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം അത് പോയാലും എന്താണ്, നെക്സ്റ്റ് നമ്മൾ നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം മനസ്സുകൊണ്ട് ഒരിക്കലും ഡൗൺ ആവരുത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് പാടാം.
ആദ്യം മോള് തുടങ്ങിയതൊക്കെ നല്ല കോൺഫിഡൻ്റ് ആയിട്ടായിരുന്നു. പിന്നെ ആ മാനസിക വന്നപ്പോൾ മോളൊന്ന് മനസ്സുകൊണ്ട് കുറച്ചൊന്ന് തകർന്നു പോയി. അത് വിട്ടേക്ക്, സാരമൊന്നുമില്ല. ഓക്കെ. സോ മോള് ഓൾ ദി ബെസ്റ്റ്. മോള് സൂപ്പർ സിംഗറാണെന്ന് എനിക്കറിയാം. കാരണം ഇത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇന്ന് 100% കൊടുക്കാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ നെക്സ്റ്റ് പെർഫോമൻസ് അടിപൊളിയാക്കണം കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സാർ. ഹായ് വൈക. ഹായ് സർ. മക്കളെ എന്തോ മക്കളെ നല്ല ഉഗ്രം പാട്ടടാ, എന്ത് സുഖമാണ് കേൾക്കാൻ. മോള് നന്നായിട്ട് തന്നെ പാടി. നീ എനക്ക് എന്താ പറയണ്ടേ, നീ എന്താ പറയണ്ടേ, ഏത് പാട്ടും അസാധ്യമായിട്ട് പാടുന്ന ഒരു കൊച്ചല്ലേ. മോള് നന്നായിട്ട് തന്നെ പാടി. അത് നമുക്കതൊന്ന് വൃത്തിയായിട്ട് പാടിയാലോ. ആ ശ്വാസം അപ്പുറത്തിന്റെ ഇടയ്ക്ക് ഒരു ട്രിക്കി ശ്വാസം എടുത്തു മോള് കഴിഞ്ഞ പൂർണ്ണമായിരുന്നു. പൂർവ്വം അത് നമുക്ക് മനസ്സിലാകുന്നു കേട്ടോ. അങ്ങനെ എടുക്കരുത്. മനസ്സിലാവാത്ത വിധത്തിൽ ഞങ്ങളെ പറ്റിക്കാം മോളെ. പക്ഷെ ഞങ്ങൾ പിടിക്കുന്ന വിധത്തിൽ മോള് പാടരുത്. അപ്പുറം അവിടെ ശ്വാസം എടുക്കണ്ട. അത് മക്കളെ അത് മനസ്സിലായോ? അങ്ങനെ എടുക്കരുത് മോള്. ഇപ്പം നിത്യ പറഞ്ഞ പോലെ ആദ്യം കാറ്റ് വന്നപ്പോഴേ കുഞ്ഞിൻ്റെ കാറ്റ് പോയി. അപ്പം അത് കുഴപ്പമില്ലെന്നടാ. ഇപ്പം നമ്മൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അയ്യോ തെറ്റിയല്ല ദൈവം ഏതാ ഒന്നും കൂടെ അമ്പാലേ സുല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒന്നും കൂടെ ഒന്നും തുടങ്ങാൻ പറ്റത്തില്ല. നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ടുള്ളത് പോകാനേ പറ്റും. ചിലപ്പോൾ നമ്മൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമുക്കത് കയ്യിൽ നിന്ന് പോയെന്ന്. നമ്മൾ അറിയിക്കുകയേ ചെയ്യരുത്. നമ്മൾ കൂളായിട്ട് അതൊരു വലിയ സംഭവമായിട്ട് അങ്ങ് അവതരിപ്പിച്ച് അങ്ങ് തീർക്കണം കേട്ടോ മോളെ. അങ്ങനെ നമ്മൾ ഡൗൺ ആവരുത്. ഇത് ഈ കുഞ്ഞു പ്രായമല്ലേ. മോക്ക് ഈ റേഞ്ച് പ്രോബ്ലം ആയിരുന്നോ? കുറച്ച് കൂടുതലായിട്ട് തോന്നി അല്ലേ? ഇന്ന് ഇത്ര നാളില്ലായിരുന്നു പാടിക്കൊണ്ടിരുന്നു ഈ പാട്ട്. ഇപ്പൊ ഈ കുറച്ച് മുന്നേ കൂടെ പാടിയതുള്ളൂ. കുഴപ്പമില്ലായിരുന്നു. അപ്പം അത് ഇങ്ങനെ ഉള്ളപ്പോൾ മോളെന്ത് പറയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർക്കസ്ട്രക്കാരെടുത്ത് പറഞ്ഞു, ഞാൻ ഈ റിഹേഴ്സലിന് ഈ ശ്രുതി പാടും, പക്ഷേ ടേക്ക് സമയത്ത് നിങ്ങൾ 2 കുറച്ചേക്കണമെന്ന്. പോസിബിളാണോ? ഒട്ടുമല്ല. അവർ ഓട്ടിച്ചിട്ട് തല്ലും. ചെക്ക ഷിനു നമ്പ്യാരെ, നീ ഒരു ഫുൾ ടോൺ കുറച്ചൊന്ന് കൊടുത്തേ കൊച്ചിന്. അവളെ കൊല്ലാതൊന്ന് പാടിക്കട്ടെ. പല്ലവിയോ? അല്ല മക്കളെ, ഇത് ഈ കാറ്റ് വന്ന സ്ഥലം. പ്രണവമന്ത്രമാം താമരയിതളിൽ പ്രണയപരാഗമായി മയങ്ങുകയോ. ഗുഡ്. ഇപ്പൊ ഒരു സമാധാനമുണ്ട് കേൾക്കാനും മോൾക്കും. ഇത് മതിയായിരുന്നു. അല്ല, ഇത് മോള് പറഞ്ഞ അവരപ്പോഴേ ചെയ്യത്തില്ലേ? അതെന്താ പറയാത്തതെന്നാ ഞാൻ ചോദിക്കുന്നത്. ആ ഒരു വിസ്ഡം വേണം. എനിക്ക് എന്ത് സ്യൂട്ടാവും, എന്ത് വരും, എന്ത് വരില്ല. ഓൾവേസ് ഹാവ് ദാറ്റ് കേട്ടോ. എപ്പോഴും മനസ്സിൽ വെച്ചോണം മോളിപ്പോൾ. ഇത് പാടൊക്കെ ചിലപ്പോൾ നമുക്കത് ഒരു വട്ടം കഷ്ടപ്പെട്ട് പാടി കിട്ടുമായിരിക്കും, പക്ഷെ അത് ചിലപ്പോൾ ഇവിടെ വന്ന് പാടുമ്പോൾ കിട്ടത്തില്ല. അങ്ങനെ ഇപ്പോൾ റിസ്ക് എടുക്കരുത് മോളെ. ഒരു ഫുൾ ടോൺ കുറച്ചിട്ട് സമാധാനപരമായിട്ട് വൃത്തിയായിട്ട് പാടി അങ്ങ് തീർക്കാം. കാര്യം ഇത് കുറേ താഴെ പോകുന്നില്ലല്ലോ ഈ പാട്ട്, അല്ലേ? ഉണ്ടോ? അപ്പോൾ പിന്നെ കൂളായിട്ട് നിന്ന് പാടാനും അതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ മോള് നന്നായിട്ട് തന്നെ പാടി. അപ്പം അത് കുറച്ചും കൂടി ഈ ഒരു റേഞ്ച് പ്രോബ്ലം കൊണ്ടാണ് നമുക്കത് ഫുള്ളായിട്ട് അത് മോളെപ്പോഴും പാടുന്ന പോലെ അത് ഒരു ഗും പ്രസൻറ്റേഷൻ ആവാത്തതെന്നാണ് എൻ്റെ വിശ്വാസം. മോൾ ഇന്ന് ഇത് അടുത്ത പാട്ടുകൾ എടുക്കുമ്പോൾ സൂക്ഷിക്കുക. കൃത്യമായിട്ടുള്ള നമുക്ക് കംഫർട്ടബിളായിട്ട് അടിച്ചാലും നെത്തിയടി എന്ന് പറയത്തില്ല തമിഴിൽ. അതിനെ അടിച്ച് തകർക്കുന്ന റേഞ്ചിൽ വെച്ച് കാച്ച മോക്ക് ഉഗ്രമായിട്ട് പാടാൻ പറ്റും. നല്ല പാട്ടുകാരിയല്ലേ. ഞാനൊരു പാട്ടൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ 10 വട്ടം പാടുമ്പോൾ ഞാൻ പറഞ്ഞത് തിരുത്തി മാറ്റും, മായിച്ചു കളയും. അതൊരിക്കലും വാങ്ങിക്കത്തില്ല കേട്ടോ. 2 അടി തിരഞ്ഞെടുക്കുക പക്ഷേ സ്റ്റുഡിയോയിലിട്ട് ഉമ്മ തല്ലി വാങ്ങിക്കരുത് കേട്ടോ. അപ്പം മക്കളെ എന്താണ് സാർ ഇവിടെ നമ്മുടെ വൈകക്കുട്ടിക്ക് നല്ല ഐഡന്റിറ്റി ഉള്ള വോയിസ് ഉണ്ട് അല്ലേ? ഇപ്പൊ എസ്പെഷ്യലി ഈ ഒരു പോർഷൻ കേട്ടപ്പോ നല്ല ഒരു കോമൺ വോയിസ് അല്ല. അങ്ങനെയല്ല, നമ്മുടെ വൈകക്കുട്ടിയുടെ ശബ്ദം ഐഡന്റിറ്റി അത് വേണം. ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ഇപ്പൊ പറയുന്ന ഇപ്പൊ ദാസേട്ടനാണെങ്കിലും
ശീർകാഴി ഗോവിന്ദരാജൻ സാറാണെങ്കിലും പി ജയചന്ദ്രൻ ആണെങ്കിലും PB ശ്രീനിവാസ് ആണെങ്കിലും ഇവരുടെയൊക്കെ പാട്ട് കേട്ടാൽ നമുക്കറിയാം ഇന്ന ആള് പറയാം. അതാ വോയിസിൻ്റെ ഐഡൻറ്റിറ്റി. അത് വേണം കേട്ടോ മക്കളെ, അത് നല്ലതാണ്. ഡൺ വാക്കാണേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ശരത് സർ. ഇനി മാർക്സ് ചോദിക്കാം. ആ ശരത് സർ, മക്കളെ കുട്ടിയുടെ എത്ര ആയിരിക്കും കുഞ്ഞിന്? ഇന്നത്തെ ഇത് വെച്ചിട്ട് കൃത്യമായിട്ട് അവള് പറയും. അവൾ അത്ര നല്ല ചക്കര അവള് പറഞ്ഞ മോളെ. കൃത്യമായിരിക്കണം. ആലോചിച്ചും കണ്ടും പറ വെച്ചേ. പറഞ്ഞോ? തല പിന്നെ ചൊറിയാം. ഒരു പോയിന്റ് ഒക്കെ ഇട്ടുകൂടെ? 8 വലുത് പറഞ്ഞ അവിടെ വന്ന് ഇടിക്കും ഞാൻ. 8.5. അത്ര തരത്തില്ല ഞാൻ. മക്കൾക്ക് ഞാൻ 8.3. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഏതാണ്ട് അടുത്തെത്തിയോള്. ഓക്കെ വേണിച്ചേട്ടാ, അത് തന്നെ 8.5. താങ്ക് യു സാർ. ചേച്ചി ഓക്കെ, സോ ടോട്ടൽ 16.8. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.